എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് 108 ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ഗുരുസ്വാമിയും അയ്യപ്പനും. ഒരിക്കൽ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ ഉലാത്തുകയായിരുന്നു. അപ്പോൾ നല്ല പ്രസരിപ്പുള്ള മുഖവുമായി ഒരു ചെറുപ്പക്കാരൻ സ്വാമികളെ അന്വേഷിച്ചെത്തി. ഒരു നിമിഷം ഗുരുദേവൻ ആ യുവാവിനെ ശ്രദ്ധിച്ചു നോക്കി. തെളിമയുള്ള കണ്ണുകൾ, നിശ്ചയദാർഢ്യം, ഓളം വെട്ടുന്ന മുഖം, എളിമയുള്ള പെരുമാറ്റം. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഗുരുദേവന് ഇഷ്ടമായി. മനസ്സിലായില്ല, ആരാണ്? ഞാൻ അയ്യപ്പൻ, ഗുരുദേവനെ കാണാൻ വന്നതാണ്. എവിടെയാണ് സ്വദേശം? വൈപ്പിൻ ദ്വീപിലെ ചേറായിലാണ്. ഓഹോ, ചേറായിലാണോ? അവിടെ അച്യുതൻ വൈദ്യരെ അറിയാമോ? ഞാൻ അച്യുതൻ വൈദ്യരുടെ അനുജനാണ്. വൈദ്യരെ നമുക്കറിയാം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഗുരുദേവൻ സന്തോഷപൂർവ്വം അറിയിച്ചു. ഗുരുദേവൻ കുറേ നാൾ മുമ്പ് മദുരാശിയിൽ വന്നപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് നേരിൽ കണ്ടിരുന്നു. അയ്യപ്പൻ ഓർമ്മപ്പെടുത്തി. അപ്പോൾ നാം തമ്മിൽ നല്ല സൗഹൃദമുണ്ട് അല്ലേ? ഗുരുദേവൻ അയ്യപ്പൻ്റെ തോളിൽ തട്ടി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ അയ്യപ്പൻ നമ്മെ കാണാൻ വന്നത് എന്തിനാണ്? ജാതിക്കെതിരായ അങ്ങയുടെ പോരാട്ടത്തിൽ എനിക്കും പങ്കുചേരണമെന്നുണ്ട്, അയ്യപ്പൻ വീറോടെ അറിയിച്ചു. പഠനമൊക്കെ കഴിഞ്ഞാണോ വന്നിരിക്കുന്നത്? ഗുരുദേവൻ ആരാഞ്ഞു. തീർന്നിട്ടില്ല, ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞതേയുള്ളൂ. എങ്കിൽ ഇപ്പോൾ പോവുക. BA തീരുന്നതുവരെ പഠനത്തിൽ ശ്രദ്ധിക്കുക. കോളേജിൽ ചേർന്ന് പഠിക്കാനുള്ള എല്ലാ ഒത്താശകളും ഗുരുദേവൻ തന്നെ അയ്യപ്പന് ചെയ്തു കൊടുത്തു. 3 വർഷങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത്. പഠനത്തിൽ മിടുക്കനായ അയ്യപ്പൻ നല്ല മാർക്കോടെ BA പരീക്ഷ ജയിച്ചു. അപ്പോഴും യുവാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആവേശത്തിൻ്റെ തീ അണഞ്ഞിരുന്നില്ല. ഉച്ചനീചത്വത്തിനെതിരെ പോരാടാൻ സന്നദ്ധനായിട്ടാണ് അയ്യപ്പൻ കോളേജിൻ്റെ അങ്കണം വിട്ടിറങ്ങിയത്. ഇതിനിടയിൽ കുറേക്കാലം അയ്യപ്പൻ അധ്യാപകനായി സേവനം ചെയ്തു. അപ്പോഴൊക്കെയും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഗുരുസന്നിധിയിലെത്താൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഒരു ദിവസം അയ്യപ്പൻ ഗുരുദേവനെ കാണാൻ ചെന്നു. സ്വാമികൾ ചോദിച്ചു, എന്താ അയ്യപ്പ, ആവേശമൊക്കെ തണുത്തുറഞ്ഞോ? ഇല്ല, ഞാൻ പടനിലത്തേക്കിറങ്ങുകയാണ്, അയ്യപ്പൻ തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ മടിക്കാതെ മുന്നോട്ട് പൊയ്ക്കൊള്ളൂ. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഗുരുദേവൻ അയ്യപ്പൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഒട്ടും വൈകിയില്ല. ചേറായി അതിർത്തിക്ക് തൊട്ടുള്ള പള്ളിപ്പുറത്തെ തുണ്ടിടപ്പറമ്പിൽ വെച്ച് ഒരു പന്തിഭോജനം നടത്താൻ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തീരുമാനമെടുത്തു. അങ്ങനെയാണ് തുണ്ടിടപ്പറമ്പിൽ ചരിത്രപ്രസിദ്ധമായ മിശ്രഭോജനത്തിന് കളമൊരുങ്ങിയത്. അയ്യപ്പനും ഈഴവരായ ഏതാനും പേരും പുലയരോടൊപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മാനവ സാഹോദര്യത്തിൻ്റെ ശംഖനാദം അവിടെ ഉറക്കെ മുഴങ്ങി. കീഴാളന്മാരും മനുഷ്യരാണെന്ന് അംഗീകരിക്കപ്പെട്ടു. 1917 മെയ് 17 ഈ സംഭവം നടന്നത്. ഈ അവസരത്തിൽ അയ്യപ്പൻ അവിടെ കൂടിയിരുന്നവരോടായി ജാതിയുടെ അർത്ഥശൂന്യതയെപ്പറ്റി വളരെ ആവേശകരമായ ഒരു പ്രസംഗം നടത്തി. മാത്രമല്ല, മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ കൊണ്ട് ഒരു സത്യപ്രതിജ്ഞയും ചെയ്യിപ്പിച്ചു. അതിങ്ങനെയായിരുന്നു: ജാതിവ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ നിയമവിരുദ്ധമല്ലാത്ത വിധം കഴിയുന്നതൊക്കെ ചെയ്യാമെന്ന് ഞാൻ പൂർണ്ണ മനസ്സാലെ സമ്മതിച്ചു സത്യം ചെയ്തു കൊള്ളുന്നു. പക്ഷേ ഈ സംഭവമറിഞ്ഞ് ജാതിക്കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി. കല്ലെറിഞ്ഞും ചീത്ത വിളിച്ചും അവിടെ കൂടിയിരുന്നവരെ ആട്ടിയോടിക്കാൻ പലരും ശ്രമിച്ചു. ചിലർ അയ്യപ്പൻ മാസ്റ്ററെ പുലേൻ അയ്യപ്പൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. ഇതേക്കുറിച്ചറിഞ്ഞ ഗുരുദേവൻ പറഞ്ഞു, അയ്യപ്പൻ്റെ ആദ്യത്തെ കാൽവെപ്പ് തന്നെ വിജയിച്ചിരിക്കുന്നു. അയാൾക്ക് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. ഈ അയ്യപ്പനാണ് പിൽക്കാലത്ത് സഹോദരൻ അയ്യപ്പനായും കൊച്ചിയിലെ മന്ത്രി K അയ്യപ്പനായും അറിയപ്പെട്ടത്. സഹോദര പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും ഇദ്ദേഹം തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം.